ഹായ് 2026 കടക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. അതായത് 2025 അവസാനിക്കാൻ പോവുകയാണ്. ഒരുപാട് മലയാള സിനിമകൾ 2025 വലിയ വിജയമായിട്ടുണ്ട്. പല സിനിമകളും 200 കോടി കടന്ന് മുന്നോട്ട് പോയിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളുടെ കളക്ഷനെ കുറിച്ചാണ്. ഇപ്പോൾ ഒരുപാട് മലയാള സിനിമകളും അതുപോലെ അന്യഭാഷാ സിനിമകളും ഇവിടെ ഓടുന്നുണ്ട്. ആ സിനിമകളുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്രയായി എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക. ലൈക്ക്, ഷെയർ, കമന്റ്സ് മറക്കരുത്. ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ ആഘോഷം, ഹാൽ, മിണ്ടിയും പറഞ്ഞും, അതുപോലെ സർവം മായ, അവതാർ, ബബ്ബബ, കളങ്കാവൽ, അതുപോലെ കുറച്ച് ഷോസുമായിട്ട് എക്കോ എന്ന സിനിമയും ഉണ്ട്. ഈ സിനിമകളെല്ലാം ഇതുവരെ എത്ര കോടിയാണ് കളക്ഷൻ നേടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം ഡിസംബർ 25 റിലീസ് ചെയ്ത ആഘോഷം എന്ന സിനിമ ഇതുവരെ എത്ര കോടി നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടിയില്ല, ലക്ഷം മാത്രമേ ഉള്ളൂ. വെറും 35 ലക്ഷം മാത്രമാണ് ആഘോഷം നേടിയിരിക്കുന്നത്. തീർച്ചയായും വളരെ മോശപ്പെട്ട കളക്ഷൻ എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ 25-ാം തീയതി റിലീസ് ചെയ്ത ഹാൽ എന്ന സിനിമ, ഈ സിനിമയും 55 ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. തീർച്ചയായും സിനിമ കനത്ത പരാജയമാണ്. മിണ്ടിയും പറഞ്ഞും എന്ന സിനിമ കൂടി 25-ാം തീയതി റിലീസായിട്ടുണ്ട്. ആ സിനിമയ്ക്ക് ഇതുവരെ വന്നിരിക്കുന്ന കളക്ഷൻ 13 ലക്ഷം രൂപയാണ്. അതായത് ഉണ്ണി മുകുന്ദൻ നായകനായ സിനിമയാണ്. സിനിമയ്ക്ക് ഇതുവരെ വന്നിരിക്കുന്ന കളക്ഷൻ വെറും 13 ലക്ഷം രൂപയാണ് എന്ന് പറയുമ്പോൾ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കുന്നത്. സിനിമ കനത്ത പരാജയമാണ്. മറ്റൊരു സിനിമ നിവിൻ പോളിയുടെ സർവം മായ എന്ന സിനിമയാണ്. സിനിമ വമ്പൻ കളക്ഷനാണ് തിയേറ്ററുകളിൽ നിന്ന് നേടിക്കൊണ്ടിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഇതുവരെ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് 50 കോടി 25 ലക്ഷം രൂപയാണ്. നിവിൻ പോളിയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായി സിനിമ മാറുന്നു. അതുപോലെ തന്നെ 2025 ടോപ്പ് 5 അതായത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമകളുടെ ലിസ്റ്റിലേക്ക് ഈ സിനിമ കയറുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതുവരെ വന്നിരിക്കുന്നത് 50 കോടി 25 ലക്ഷം രൂപ. സിനിമ വലിയ വിജയമാണ്. അതുപോലെ തന്നെ വൃഷഭ, മോഹൻലാലിന്റെ തെലുങ്ക് സിനിമയാണ്. ഒരു പ്രതീക്ഷയുമില്ലാതെ തിയേറ്ററിലേക്ക് വന്ന ഈ സിനിമ കനത്ത പരാജയമായി. ഒരാൾ പോലും ഈ സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞില്ല എന്നുള്ളതും എടുത്തു പറയുന്നത്. ഈ സിനിമയും 25-ാം തീയതി തന്നെയാണ് റിലീസ് ചെയ്തത്. ഇതുവരെ സിനിമ നേടിയ കളക്ഷൻ 1 കോടി 94 ലക്ഷം രൂപ. അതായത് മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും കുറവ് കളക്ഷനാണ് വൃഷഭ നേടിക്കൊണ്ടിരിക്കുന്നത്. 1 കോടി 94 ലക്ഷം രൂപയാണ് വൃഷഭ ഇതുവരെ നേടിയിരിക്കുന്നത്. അതുപോലെ ഡിസംബർ 19 റിലീസ് ചെയ്ത അവതാർ എന്ന സിനിമ ലോകമെമ്പാടും നിന്നായി 6825 കോടിയാണ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് സാക് നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇതുവരെ അവതാർ എന്ന സിനിമ 6825 കോടി രൂപ. ഡിസംബർ 18 ബബ്ബബ എന്ന സിനിമ റിലീസ് ചെയ്തത്. ഈ സിനിമ തിയേറ്ററുകളിൽ മിക്സഡ് റെസ്പോൺസ് ആണ് നേടിയെടുത്തത്. പക്ഷെ സിനിമയ്ക്ക് അത്യാവശ്യം കളക്ഷൻ വന്നിട്ടുണ്ട്. 44 കോടിയോളം രൂപ ഇതുവരെ സിനിമ കളക്ഷനായി നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം മോശം റിപ്പോർട്ട് കിട്ടിയിട്ടും ഈ സിനിമ 44 കോടി നേടി എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇപ്പോഴും തിയേറ്ററുകളിൽ ഈ സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസംബർ 5 റിലീസ് ചെയ്ത കളങ്കാവൽ എന്ന സിനിമ ഇപ്പോഴും പല തിയേറ്ററിലും ഓടുന്നുണ്ട്. ഗംഭീര അഭിപ്രായം ലഭിച്ച ഈ സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയമാണ് നേടിയത്. ഇതുവരെ സിനിമ നേടിയ കളക്ഷൻ 81 കോടി 78 ലക്ഷം രൂപയാണ്. തീർച്ചയായും വലിയൊരു കളക്ഷനാണ്. ഒഫീഷ്യൽ കളക്ഷനായിട്ട് 83 കോടി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സാക് നിൽക്കിന്റെ കണക്ക് പ്രകാരം ഇതുവരെ 81 കോടി 78 ലക്ഷം രൂപ മാത്രമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നവംബർ 21 റിലീസ് ചെയ്ത എക്കോ എന്ന സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയമായ സിനിമയാണ്. ഇതുവരെ സിനിമ 46 കോടി 79 ലക്ഷം രൂപയാണ് നേടിയെടുത്തത്. ഒഫീഷ്യൽ കളക്ഷനായിട്ട് അവർ പറയുന്നു 50 കോടി നേടി എന്ന്. പക്ഷേ ട്രാക്കേഴ്സിന്റെ കണക്ക് പ്രകാരം 46 കോടി 79 ലക്ഷമാണ്. എക്കോയുടെ 50 കോടി പോസ്റ്റർ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോ ഇന്ന് OTT റിലീസാണ്. അതുകൊണ്ട് തന്നെ 50 കോടി നേടാനുള്ള സാധ്യതയില്ല. അതൊരു പ്രൊമോഷൻ ഫിഗറാണ്. ഇത്രയും മികച്ച സിനിമയായിട്ടും 50 കോടി നേടിയില്ലേ എന്നൊരു ചോദ്യത്തിനുള്ള ഒരു മറുപടി ആയിട്ടാണ് അവർ അത് കൊടുത്തിരിക്കുന്നത്. 46 കോടി 79 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ഇതുവരെ വന്നിരിക്കുന്നത്. ഈ കണക്കെല്ലാം സാക് നിൽക്ക് പുറത്തുവിട്ടതാണ്. ഇപ്പോൾ തിയേറ്ററുകളിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന സിനിമ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സർവം മായ എന്ന സിനിമ തന്നെയാണ്. ഓരോ ദിവസവും മികച്ച കളക്ഷനാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സർവമായ എന്ന സിനിമ ട്രാക്കേഴ്സിന്റെ കണക്കിലും അതുപോലെ ഒഫീഷ്യൽ കണക്കിലും ഈ പറയുന്ന 50 കോടി എന്ന നേട്ടം മറികടന്നിരിക്കുന്നു വെറും 5 ദിവസം കൊണ്ട്. തീർച്ചയായും സർവമായ ഇനിയും വലിയ തരംഗമുണ്ടാക്കും. കാരണം വെക്കേഷനാണ്. തീർച്ചയായും സിനിമ 100 കോടി നേടും എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് തോന്നിയിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.